നമ്മുടെ പ്രീവിയസ് ബർത്തിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പം നേരത്തെ ഇവിടെ നിന്ന് പറഞ്ഞതും സൂക്ഷ്മ ശരീരത്തിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പം ഈ പ്രീവിയസ് ബർത്ത് അല്ലെങ്കിൽ ബർത്തുകൾ, ഇതിനകത്ത് നമുക്ക് നമ്മുടെ കർമ്മയുടെ ഫലമായിട്ട് നമുക്ക് ഒരുപാട് കടങ്ങളുണ്ടാവും. അപ്പം അതിനെപ്പറ്റി നമുക്ക് ഈ ജന്മത്തിൽ നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ടോ, അതോ ആ കർമ്മയുടെ കടങ്ങളെ മനസ്സിലാക്കി ജീവിക്കേണ്ടതുണ്ടോ? നമുക്ക് എങ്ങനെയാണ് കഴിഞ്ഞ കർമ്മങ്ങളെക്കുറിച്ച് ഓർമ്മ വരാൻ പറ്റുന്നത്? ഹാരിസിനിപ്പം കഴിഞ്ഞ കാര്യങ്ങളിൽ ഒരു കൺട്രോളും ഇല്ലല്ലോ, പാസ്റ്റ് പോയി കഴിഞ്ഞില്ലേ. അല്ല, ഞാൻ പാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ നിമിഷം കടന്നു പോയത് വരെ നമ്മളൊരു പാസ്റ്റ് ലൈഫാണല്ലോ. അതെ. അപ്പം നമ്മുടെ എത്ര ബർത്തുകൾ ഉണ്ടായെന്ന് നമുക്കറിയില്ല. അറിയില്ല. പക്ഷെ നമ്മുടെ ബർത്തുകളിൽ നമുക്ക് കർമ്മയുടെ ഏതെങ്കിലും കടങ്ങൾ വീട്ടാനുണ്ടോ എങ്കിൽ നമ്മൾ ഈ ജന്മം അത് സ്വീകരിക്കുന്നത് അതിനു വേണ്ടിയാണോ? തീർച്ചയായിട്ടും കർമ്മം തീർക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മൾ കൊടുക്കാനുള്ള മാത്രമല്ല, ചിലരിൽ നിന്ന് വാങ്ങിക്കാനും ഉണ്ടല്ലോ. കൊടുക്കൽ മാത്രമല്ല, കടം വീട്ടുക എന്നുള്ളത് മാത്രമല്ല, ചിലരുടെ നിന്ന് കടം നമ്മൾ കൊടുത്തത് തിരിച്ചു വാങ്ങിക്കാനും ഉണ്ട്. അതായത് യു ആർ നോട്ട് ഒൺലി എ ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ, JD മാത്രമല്ല, നിയമത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നോട്ട് ഓൺലി എ JD, പക്ഷേ മറ്റതും കൂടെയാണ്. അല്ല, ഞാൻ ചോദിച്ചത് കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോധത്തിലേക്ക് എത്തിയാൽ മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് ആ പാസ്റ്റിനകത്തോട്ട് നമുക്ക് പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിനതിനുള്ള കഴിവുണ്ട്. മനസ്സിന് ഈ ടൈം ബൗണ്ടായിട്ട് നിൽക്കുന്നതിലുള്ള ഒരു പരിമിതിയൊന്നുമല്ല. അതിന് തീർച്ചയായിട്ടും പുറകോട്ടും മുമ്പോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും സ്വതന്ത്രമായ സാധ്യതയാണ്. ചിലർ അവരുടെ ആ മൈൻഡിൻ്റെ ആ ചുരുങ്ങിയിരിക്കുന്ന ഒരു കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ആ സങ്കോചം ഇല്ലാതാക്കുന്നത് കൊണ്ടാണ് അവർ മൈൻഡ് ഇങ്ങനെ കൂടിപ്പോയി. ഒരു കുട്ടി അടുത്ത കാലത്ത് വെള്ളപ്പൊക്കം വരുന്നെന്നോ, വെള്ളം ഇടിഞ്ഞു വീഴുന്ന ഭൂമിയൊക്കെ ആയിട്ട് ഇളകിക്കൊണ്ട് വരുന്നെന്നോ, പിന്നെ കോൺക്രീറ്റുകളോ അങ്ങനെയുള്ള കൺസ്ട്രക്ഷനോ ഒക്കെ കൂടെ ഉരുട്ടിക്കൊണ്ട് വരുന്നെന്നോ, ജനങ്ങൾ ഒരുപാട് മരിക്കുന്നതായിട്ടോ ഒരു പ്രവചനമുണ്ടെന്ന് അയാൾക്കൊരു പ്രമോണിഷൻ ഉണ്ടാവുകയും അത് മുല്ലപ്പെരിയാർ ദുരന്തമാണെന്ന് ഡീസൈഫർ ചെയ്ത് അയാൾ പറയുകയും അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കൾ പറയുകയോ അല്ലെങ്കിൽ ചാനൽ പറയുകയൊക്കെ ചെയ്തിരുന്നൊരു സംഭവമുണ്ട്. വാസ്തവത്തിൽ ആ കുട്ടിക്കൊരു പ്രമോഷൻ ഉണ്ടായി എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ് നമുക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. നമ്മൾ കണ്ടു, ഏതാണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നതിനേക്കാളും ഹേഡ് മെല്ലേഴ്സ് ആർ സ്വീറ്റ്, ദോസ് അൺഹേഡ് ആർ സ്വീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. അത് വേറെ കാര്യം. എറണാകുളത്തിൻ്റെ കാര്യം ഇപ്പോൾ സാറ് കണ്ട് കുറച്ചുകൂടെ മിഴിച്ച് കണ്ട് മുല്ലപ്പെരിയാർ കണ്ട് ഇത്രയായി, ഇതുവരെ ഇല്ലായിരുന്ന ഗുർജീഫിൻ്റെ കണ്ണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കാം. പക്ഷെ പുള്ളി ആ ബാലൻ കണ്ടതിനകത്ത് എന്തോന്നും ഒരു സത്യം ഉണ്ടായിരുന്നു എന്ന് പറയാം. അത് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്തെടുത്ത് ഇല്ലാതാക്കി എന്നുള്ളതാണ് സത്യം. അതിന് ചുമ്മാ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത് എവിടുന്ന് ആ കുട്ടിക്ക് കഴിവ് വരുന്നു? എല്ലാ മനസ്സിനുമുള്ള കഴിവാണത്. അയാളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ട്യൂണിങ് കൊണ്ട് പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ പോകാനുള്ളൊരു കഴിവ് അയാൾ ഡെവലപ്പ് ചെയ്ത്, അയാൾ അറിയാതെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഒരു സൈക്കിക് പവർ കഴിഞ്ഞ ശരീരങ്ങളിൽ കൂടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സാധനമുണ്ടോ ഒക്കെ ഉണ്ടായിരിക്കുന്ന സൈക്കിക് പവറാണ്. അല്ലാതെ അത് ഒരു പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രക്രിയയിൽ കൂടെ പോകുന്നതുകൊണ്ടാവണം എന്ന് നിർബന്ധമില്ല. അങ്ങനെയും വരാം, ഒന്നുകൂടാതൊന്നുമില്ല. കാരണം അതിനകത്ത് ഈ പറഞ്ഞ പോലെ മനസ്സിൻ്റെ പരിമിതികളെ മാറ്റുന്നതിനുള്ള ചില കഴിവുകൾ ഉണ്ടാക്കുമായിരിക്കും. അതൊക്കെ ചെയ്യുന്നവർക്കേ അറിയാവുള്ളൂ. നമ്മളിവിടെ നിന്ന് വെറുതെ ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് എല്ലാ മനസ്സിനും അത്തരത്തിലുള്ള കഴിവുണ്ട് എന്ന് പറയുകയാണ്. ട്രൈ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഈ പാസ്റ്റിലോട്ടോ ഫ്യൂച്ചറിലോട്ടോ പോകാൻ സാധിക്കും. അത് പലർക്കും എന്തെങ്കിലും ഒരു ഡിവൈസ് കൊണ്ട്, ചിലർക്ക് ഗോസ്റ്റുകളെ വിളിച്ച് സംസാരിച്ചായിരിക്കും ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നത്. അത് മനസ്സ് തന്നെ, സ്വന്തം മനസ്സ് തന്നെയാണ് പറയുന്നത്. എന്നാലും വേറൊരാളെക്കുറിച്ചൊരു ആരോപം കൊടുത്തുകൊണ്ട് നമ്മൾ തന്നെ പറയുന്നു. എൻ്റെ പോക്കറ്റ് വേറൊരാളെ അടിക്കുന്നതിന് വരെ ഞാൻ തന്നെ പോക്കറ്റ് അടിക്കുന്നു, കൈ പുറകെ കൂടെ ഇട്ട് അറിയാത്ത രീതിയിൽ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. അങ്ങനെ മാത്രം ചെയ്യുന്ന ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. മനസ്സിന് അങ്ങനെ ഒരു ചാബല്യം ഉണ്ടാവാം.
അപ്പോൾ അത്തരത്തിൽ മനസ്സിലുള്ളൊരു കഴിവ് സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കുന്നത് ഉപയോഗിക്കാൻ സാധ്യമാവുകയാണെങ്കിൽ പോലും ഹാരിസ് പറഞ്ഞതുപോലെ കഴിഞ്ഞ കർമ്മങ്ങളും ഇനി വരാനിരിക്കുന്ന കർമ്മങ്ങളും കുറിച്ചൊക്കെ ഒരു കണക്ക് കൂട്ടൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലൊരു വികാസം ഉണ്ടായിക്കഴിയുമ്പോൾ അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ പലപ്പോഴും അത് നിയന്ത്രണത്തിലല്ല, അവരുടെ നിയന്ത്രണത്തിലല്ല, അതങ്ങ് സംഭവിക്കുന്നു, ഇവരത് അനുഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് എടുത്ത് വെച്ച് പരിശോധിക്കാൻ പറ്റും. തെർമോമീറ്റർ പോലെ എടുത്ത് വെച്ച് നോക്കാൻ പറ്റില്ല. തെർമോമീറ്റർ തോന്നുമ്പോൾ വന്നിരുന്ന് നമ്മുടെ ഊഷ്മാവിളക്കും എന്ന് പറഞ്ഞാൽ പറ്റുമോ? ആ കണ്ടീഷനിലാണ് ഈ കഴിവ്. ആ കഴിവിൻ്റെ സൗകര്യം അനുസരിച്ച് നമ്മളിൽ പ്രവർത്തിക്കും. നമുക്ക് നിയന്ത്രണമൊന്നുമില്ല. ഇനി ഇപ്പോഴും വല്ലതും ഉരുൾപെട്ടുവോ എന്നോ അയാൾ ഇരുന്നാൽ ചിലപ്പോൾ ഒന്നും കാണില്ല. പക്ഷെ ആകസ്മികമായിട്ടൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ സൈക്കിക് പവറുകൾ, സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റീസ് പലതും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നതിനുള്ള ചില കുഴപ്പം. മൊത്തത്തിൽ ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നു. ആ ചിന്താക്കുഴപ്പം വെച്ചുകൊണ്ട് കൂടുതൽ ചിന്താക്കുഴപ്പം സമൂഹത്തിലേക്ക് ഉണ്ടാക്കുന്നു. അതിനകത്ത് സത്യാവസ്ഥകൾ ഉണ്ടായിരിക്കും, അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഹാരിസ് ചോദിച്ച ഒരു കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പുറകോട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ബോധവാനായിരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇതനുഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അതനുഭവിക്കുന്നത് എന്നുള്ള കാര്യകാരണ സഹിതമായിരിക്കുന്ന ഒരു തീർച്ചപ്പാട് അനുഭവത്തിൻ്റെ കൂടെ ഉണ്ടാകും. ആ അനുഭവത്തോടൊപ്പം അവബോധവും കൂടെ ഉണ്ടാകുന്നു. എക്സ്പീരിയൻസിനോടൊപ്പം അവയർനെസ്സും കൂടി ഉണ്ടാകുന്നു. ഇന്ത്യയിലെ ഭാഷയെ പറഞ്ഞാൽ ആനന്ദത്തോടൊപ്പം ചിത്തും കൂടെ ഉണ്ടാകും. ചിദാനന്ദ സ്വരൂപമായിരിക്കുന്നു. യു വിൽ ബി അവെയർ ആൻഡ് യു വിൽ ബി എക്സ്പീരിയൻസിങ്. ആ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്ക് അറിവുകൂടാതെ ആ ആനന്ദത്തെ അനുഭവത്തിൽ മുങ്ങിപ്പോവുകയല്ല, ദുഃഖത്തിൽ മുങ്ങിപ്പോകുന്നില്ല. ദുഃഖത്തിന് കാരണം എന്താണെന്ന് അറിയുന്നു. സന്തോഷകരമായൊരു അനുഭവം വരുമ്പോഴും അനുഭവത്തിന് കാരണം എന്താണെന്ന് അറിയുന്നു. പക്ഷേ ഈ കാരണത്തെ അല്ലെങ്കിൽ അതിൻ്റെ അവബോധത്തിൻ്റെ അംശത്തെ, അവയർനെസ്സിൻ്റെ അംശത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ബുദ്ധൻ അത് അനുഭവിക്കും. പിന്നെ അനുഭവം എടുത്ത് വയ്ക്കും. കാരണം അവബോധം ഉണ്ടെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ ഒക്കില്ല. ഈ പാമ്പിനെ കയറാക്കുക എന്ന് പറഞ്ഞൊരു കയറിനെ പാമ്പാക്കുക എന്നൊരു സ്ഥിതി പറഞ്ഞു വേദാന്തികൾ പറയും. അത് സ്ഥിരമായിട്ട് ഞാൻ ഉദ്ധരിക്കുന്ന ഒരു ഉദാഹരണമാണ്, പെട്ടെന്ന് മനസ്സിലാകുന്നൊരു കാര്യം. കയറിനെ കണ്ട് പാമ്പാണെന്ന് പേടിച്ചു. അവിടുത്തെ അനുഭവം എന്ന് പറയുന്നത് പേടിയാണ്. കയറാണെന്ന് ബോധ്യപ്പെടുന്നതോടുകൂടി ആ പേടിയില്ലാതാവുന്നു, അനുഭവം പോകുന്നു. അതുകൊണ്ട് ബുദ്ധൻ എന്ത് ചെയ്യുന്നു, ഈ അറിവിനെ എടുത്ത് മാറ്റി വയ്ക്കും. കാരണം എനിക്കൊന്ന് അനുഭവിക്കണം. അനുഭവങ്ങളിൽ കൂടെ, അത് സുഖമായാലും ദുഃഖമായാലും അനുഭവത്തിൽ കൂടെ തന്നെ പോകും. അത് കഴിഞ്ഞിട്ട് ആ അറിവിനെ മുന്നോട്ട് വെച്ചോളും. ഇത് നിസ്സാരമാണെന്നും ഇത് നൈമിഷികമാണെന്നും ഉള്ള അനുഭവം എടുത്ത്, അവബോധം എടുത്ത് വെച്ചുകൊണ്ട് അതിനോടുള്ള ഒട്ടലില്ലാതാക്കും, അതിനോടുള്ള ആസക്തി ഇല്ലാതാവും. ആ സെക്കൻഡിൽ തന്നെ അത് അങ്ങ് അറ്റുപോകും. അങ്ങനെ ബുദ്ധിപൂർവ്വം അവൻ അനുഭവങ്ങളിൽ നിന്ന് അനുഭവങ്ങളിലേക്ക് ചാടി പൊയ്ക്കൊണ്ടിരിക്കും. അതാണ് സംഭവിച്ചത്. അപ്പോൾ ആ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അത്രയാണ് സംഗതി.